Hi dears, welcome to Ashbicreations. This is a beautiful blouse design. Now, I have a raw cotton fabric. I have a shade of silk thread. I have a cream color silk thread. I have a golden color cut beads. I have a golden color lekshmi coins. I have a euro stones. Now, these items we design this is Onam's design. Now, neck mark this is blouse back neck. This is leaf. Leaf is leaf paper leaf cut measuring tape or leaf 1 inch അടയാളപ്പെടുത്തിയതിനു ശേഷം വേണം അടുത്ത ലീഫ് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ലീഫ് വരച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ദാ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റ് പെൻസിൽ എടുക്കുക. വൈറ്റ് പെൻസിൽ എടുത്തിട്ട് നമുക്ക് അതിന് ചുറ്റും ഒന്നും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. നമുക്ക് സെൻറ്ററിലായിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിനെടുത്തിരിക്കുന്ന പെൻസിൽ അപ്സരയുടെ വൈറ്റ് പെൻസിലാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്തടുത്ത ലീഫ് നമുക്ക് അങ്ങനെ ചെയ്ത് ആ ബാക്ക് നെക്ക് ഫുള്ള് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമുക്കൊന്ന് ലീഫ് ചെയ്ത് കൊടുക്കാം. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണേ. ഇവിടെ ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് 6 സ്ട്രാൻഡ്സ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ലീഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സാറ്റിൻ ലീഫാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ സാറ്റിൻ ലീഫ്. അപ്പോൾ നമ്മളിന്നോടത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തുളസിയുടെ ഇലകളും അതുപോലെ തുളസിയുടെ തണ്ടും അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൽ വന്നിട്ടുള്ളത് ഫുള്ള് തുളസി ഇല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ പകുതി സൈഡ്, അതായത് പകുതി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ട് നെക്കിലേക്കുള്ള ഒരു സെൻറ്റർ ഭാഗം വരെയുള്ളൂ നമുക്ക് ബ്ലൗസിൻ്റെ ഡിസൈൻ നമുക്ക് വരത്തുള്ളൂ. ഫ്രണ്ട് നെക്കിന് ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ലീഫാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞു. ലീഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നിന്ന് ഒരു പകുതി ഭാഗം നമുക്കൊന്ന് ത്രെഡ് എടുക്കാം. നമ്മൾ നോർമൽ ത്രെഡാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ബീഡ്സിലെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് താഴേക്ക് പിന്നെ ത്രെഡ് വലിച്ചിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടി നമുക്കൊന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി നമുക്ക് ഓരോ ലീഫിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കോയിൻസ് ഇല്ലേ, നമ്മളുടെ ലക്ഷ്മി കോയിൻസ്, ആ ഒരു കോയിൻസ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാണ്ടേ. ഇതുപോലെ നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സ്റ്റോണില്ലേ, ഞാൻ ആദ്യം കാണിച്ചില്ലേ,
ഈ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് നമ്മൾ ഇനി ഒരു ലക്ഷ്മി കോയിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് ചെയ്ത് കൊടുക്കാം. സ്ലീവിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു തുളസിക്കതിര തന്നെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, വരച്ചു കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഇത് ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിങ്ങിലായിട്ട് ഞാൻ എന്താ ഗോൾഡൻ കോയിൻസ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ ആദ്യം നെക്കിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിങ്ങിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്റ്റെമ്മിന് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത് 8 സ്ട്രാൻഡ്സിലാണ്. തുളസി ഇലകളും തുളസി കതിരും അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഓണത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഒരു പ്രയാസവും ഇല്ല ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റെം ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് എടുക്കാം. ഇതെന്താ നമുക്ക് മുകളിലത്തെ ആ കതിരുണ്ടല്ലോ, തുളസിക്കതിര്, അതിന് നമുക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ക്രീം കളറിലെ ത്രെഡ് എടുത്തിട്ട് ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ലീഫിനെടുത്ത സെയിം അളവ് തന്നെയാണ് നമ്മൾ ഈ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എന്താ കണ്ടോ, സ്ലീവിൻ്റെ അവിടെ എവിടെയായിട്ട് കുറേ ഡോട്ട്സ് ഇട്ടേക്കണം കണ്ടോ. ആ ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് എന്താ ഈ സ്റ്റോണില്ലേ, നമ്മുടെ ഈ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് സ്ലീവിൻ്റെ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന കുറച്ച് ഭാഗം വരെ നമുക്ക് പ്ലെയിനായിട്ട് കിടന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഈ സ്റ്റോണ് താഴെ വരെ, അതായത് എൻഡിങ്ങിൽ വരെ നമുക്ക് ഈ ഒരു സ്റ്റോൺ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. സെറ്റ് സാരിയുടെ കൂടെയും സെറ്റ് മുണ്ടിൻ്റെയും കൂടെയും സൂപ്പറായിട്ട് ചേരുന്ന ഒരു ബ്ലൗസ് ഡിസൈനാണ് ഇത് കേട്ടോ. തുളസി ഇലകളും തുളസി കതിരും പിന്നെ ആ ഗോൾഡൻ കോയിൻസും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. താങ്ക്സ് ടു ഓൾ. നമുക്കിനി വീണ്ടും കാണാം.